നോട്ട്സിൽ ഇമ്പോർട്ടന്റ് ഏരിയ മാത്രം ഞാൻ മാർക്ക് ചെയ്യാൻ പറയും. ആ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ്. നിങ്ങൾ എല്ലാടിക്കും സൊല്യൂഷൻസ് ആണോ ഇപ്പൊ കറണ്ട് ചാപ്റ്റർ റണ്ണിങ് ആയിട്ടുള്ളത്? അല്ലാതെ കഴിഞ്ഞോ? എന്താ അവസ്ഥ? കൃഷ്ണശ്രീ, നായിമ, എന്താണ് സ്കൂളിൽ എന്താ അവസ്ഥ ഇപ്പൊ? സൊല്യൂഷൻസ് ആണോ അല്ല സോളിഡ് സ്റ്റേറ്റ് ആണോ എടുക്കുന്നത്? ഹലോ, സൊല്യൂഷൻസ് തന്നെയാണോ? എവിടെ എത്തിയ പോർഷൻസ്? കയ്യാറായോ? തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സൊല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. സൊല്യൂഷൻസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയണ്ടാവല്ലോ. സൊല്യൂഷൻസിൽ ഉണ്ടാവുന്ന കോമ്പണൻസ് ഏതൊക്കെയാ? ഹലോ, ഒന്ന് പെട്ടെന്ന് റിപ്ലൈ തരണേ മക്കളെ, ക്ലാസ് പെട്ടെന്ന് എടുത്തു പോണ്ടല്ലേ. സൊല്യൂട്ടും സോൾവെന്റും. ഓക്കെ. ഇനി എല്ലാ കേസിലും ബൈനറി ആവണമെന്നുണ്ടോ? സൊല്യൂഷൻസിന്റെ കേസിൽ നമ്മൾ നോർമലി നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ബൈനറി ആയിരിക്കും അല്ലെ? ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ? 2 കോമ്പണൻസ്. ഓക്കെ, ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ നോർമലി പഠിച്ചത് അല്ലേ? പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ കോമ്പണൻസ് ഉള്ള സൊല്യൂഷൻസ് ഉണ്ടായിക്കൂടെ? ഉണ്ടാവാലോ അല്ലേ? ഓക്കെ ഓക്കെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ നോർമലി സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞതിൽ സാൾട്ടും വാട്ടർ ആണ് അല്ലെ കോമ്പണൻസ്. ബൈനറി ആണ് അതിൽ, ബൈനറി മിക്സ്ചർ ആണത്. പക്ഷെ എല്ലാ കേസിലും അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ വെക്കുന്ന കറികൾ നോക്കിയാട്ടെ, അതിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? സാൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? വേറെയും കുറേ പൊടികൾ ആഡ് ചെയ്യുന്നില്ലേ? അപ്പൊ അതിൽ മൾട്ടിപ്പിൾ കോമ്പണൻസ് വന്ന് അതാ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ബൈനറി അല്ലാതെയും മൾട്ടിപ്പിൾ കോമ്പണൻസ് ഉള്ള സൊല്യൂഷൻസും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ മിക്സ്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഹൈസ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. 2 തരത്തിലുള്ള മിക്സ്ചേഴ്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഏതൊക്കെയാ മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് മിക്സ്ചേഴ്സ്? ഏതൊക്കെയാ പഠിച്ചത്? ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ്. വെരി ഗുഡ്. അപ്പൊ ഇതിൽ നിങ്ങൾ സൊല്യൂഷൻസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സൊല്യൂഷൻസ് ഏത് കാറ്റഗറിയിലാണ്? ഹോമോജീനസ് ആണോ ഹെട്രോജീനസ് ആണോ? ഹോമോജീനസ് ആണ് അല്ലെ? എന്തുകൊണ്ടാണ്? സൊല്യൂഷൻസിന്റെ കേസിൽ എന്താണ്? എല്ലാ കോമ്പണൻസും യൂണിഫോം ആയിട്ട് എന്തായത്? ഇതിന്റെ കോമ്പോസിഷൻ എന്താണ്? യൂണിഫോം ആണ് അല്ലെ? എല്ലായിടത്തും ഒരുപോലെയാണ്. നിങ്ങളിപ്പം ഒരു ഉപ്പുവെള്ളം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഏരിയ ഉപ്പുവെള്ളം എടുത്ത് നോക്കിയാലും ഒരേ ടേസ്റ്റ് അല്ലേ? ഉപ്പിന്റെ അളവിൽ വ്യത്യാസം വരുന്നുണ്ടോ? അല്ലെങ്കിൽ ടേസ്റ്റിംഗിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അതേ സ്ഥാനത്ത് നമ്മൾ മഡി വാട്ടർ എടുക്കുന്ന സമയത്ത് ചിലയിടക്ക് എന്ത് ചെയ്യും? സെറ്റിൽ ചെയ്തിട്ട് കാണാം. ചിലയിടക്ക് മഡി വാട്ടർ മുകളിലായിട്ട് കാണാൻ പറ്റും അല്ലേ? അത് യൂണിഫോം അല്ല. അതാണ് ഹെട്രോജിനസ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഞാൻ ഈ ബേസിക്കിലേക്ക് കൂടുതലായിട്ട് വരുന്നില്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് തന്നെ പോകാം. അതിൽ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു ബൈനറി സൊല്യൂഷൻസ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നിടത്ത് കാണുന്നുണ്ടോ? ബൈനറി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ കണ്ടാ? ബൈനറി സൊല്യൂഷൻസ് കാണുന്നുണ്ടാ? അതൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്യണം. എന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ലേ? ബൈനറി എന്താ? 2 കോമ്പണൻസ് ഉള്ള കേസിൽ ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റ് എന്ന രീതിയിലാണ് ഒരു സൊല്യൂഷൻ ഉള്ളതെങ്കിൽ അതിലെന്തായിരിക്കും? ആ സൊല്യൂഷൻ എന്ത് പറയും? ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യണേ. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെക്കാൻ, അങ്ങനെ എടുത്തിട്ട് എക്സാമിന് അതന്നെ എടുത്ത് ചോദിക്കുകയും ചെയ്യില്ല. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 കോമ്പണൻസ് ഉള്ള, അതായത് ബൈനറി സൊല്യൂഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ ടാബിളിൽ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. 9 ടൈപ്പ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. അതിൽ നോക്കിയാട്ടെ, ഒന്ന് ഗ്യാഷ്യസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ടാബിൾ കണ്ടില്ലേ? ഗ്യാഷ്യസ് സൊല്യൂഷൻ. അതിൽ ഏതൊക്കെ കാറ്റഗറി? അതിൽ വരുന്ന മെയിൻ നോക്കിയാൽ മതി. സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ അതിനെന്ത് പറയും? ഗ്യാഷ്യസ് സൊല്യൂഷൻസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. ഗ്യാഷ്യസ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് സോൾവെന്റ് ഗ്യാസ് ആയിരിക്കും. അതിൽ 3 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെ കാറ്റഗറിയാ? ഗ്യാസ് ഇൻ ഗ്യാസ്. ഗ്യാസ് തന്നെ ഗ്യാസിൽ ഡിസോൾവ് ആവാം. അതിന്റെ എക്സാമ്പിൾ ആണ് മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസസ്. എല്ലാത്തിനും നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാലോ. ഏത് എക്സാമ്പിള്? നമുക്ക് അറിയുന്നത് തന്നെയാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ എങ്ങനെയുള്ളത്? ഗ്യാസ് ഇൻ ഗ്യാസ് അല്ലേ? സോളിഡ് ഇൻ ഗ്യാസ് ആവാം, ഗ്യാസ് ഇൻ ഗ്യാസ് ആവാം. കാരണം അതിൽ പല ടൈപ്പ്
എന്തൊക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഗ്യാസ് തന്നെ നൈട്രജൻ ഗ്യാസ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആർഗൺ ഗ്യാസ് ഉണ്ട് അല്ലെ, പലതരത്തിലുള്ള ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ട്. അപ്പൊ അതെന്താ ഗ്യാസ് ഇൻ ഗ്യാസ് അല്ലെ, ഗ്യാഷ്യസ് സൊല്യൂഷൻ. ഇനി വേറെ കാറ്റഗറി ഏതാ, ലിക്വിഡ് ഇൻ ഗ്യാസ് വരാം. ലിക്വിഡ് എന്ത് ചെയ്യാം, ഗ്യാസിൽ ഡിസോൾവ് ചെയ്യിക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് ലിക്വിഡ് ആയിട്ടുള്ളത് ആരാ ഇവിടെ, ക്ലോറോഫോം. ക്ലോറോഫോം ഡിസോൾവ്ഡ് ഇൻ നൈട്രജൻ ഗ്യാസ്. ഓക്കെ, സിമ്പിൾ അല്ലേ, ഇതിൽ പെട്ടെന്ന് പറഞ്ഞു പോകാനേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടൂലേ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ഈ ടാബിള് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ആ എക്സാമിന് ചില ടൈമിൽ വരുത്തണം, 1 മാർക്കിന് വരുന്ന ഈ ഏരിയയിൽ നിന്ന് ഒറ്റ 1 മാർക്കിനെ ക്വസ്റ്റ്യൻ വരും, പക്ഷെ വരുത്തുണ്ട്. നിങ്ങൾക്ക് നീറ്റ് എക്സാമിനും വരും, നിങ്ങളെ മെയിൻ എക്സാമിനും വരും. ഓക്കെ, അതായത് ചിലപ്പം നിങ്ങൾക്ക് എന്താ തരാൻ അറിയോ, ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് സൊല്യൂഷൻ ആണെന്ന് ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്. ഇനി വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി ഏതാ, സോളിഡ് ഇൻ ഗ്യാസ് ആണ്. അതിന്റെ എക്സാമ്പിൾ ഏതാ, ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. ക്യാംഫർ അറിയില്ലേ, ഹലോ, ക്യാംഫർ ഒരു സോളിഡ് ആണ്. നിങ്ങൾ വീട്ടിലൊക്കെ യൂസ് കുന്തിരിക്കെന്ന് പറയുന്നത് നിങ്ങള്, അതെ. ഓക്കെ, ഇപ്പൊ ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ് അതെന്താണ്, സോളിഡ് ഇൻ ഗ്യാസിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത് വരുന്നത് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. എന്താണ് പ്രത്യേകത, ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആയിരിക്കും സോൾവെന്റ്. ഓക്കെ, ഇതിലും 3 കാറ്റഗറീസ് പഠിക്കാനുണ്ട്. ഒന്ന് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. നോർമലി നമ്മുടെ പുഴകളായിക്കോട്ടെ, തടാകങ്ങളായിക്കോട്ടെ, അതിലൊക്കെ എന്തുണ്ട്, വാട്ടറിൽ എന്തുണ്ട്, വാട്ടറിൽ തന്നെ എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് അക്വാറ്റിക് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ അറിയില്ലേ, ക്ലിയർ അല്ലേ. അടുത്തതാണ് ലിക്വിഡ് ഇൻ ലിക്വിഡ്. അതിന് എക്സാമ്പിൾ എന്താ, എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. സിമ്പിൾ ആണല്ലേ, ആൽക്കഹോൾ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ലിക്വിഡ് സൊല്യൂഷൻ ആണ് സോളിഡ് ഇൻ ലിക്വിഡ്. ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് അറിയില്ലേ, ഗ്ലൂക്കോസ് പൗഡർ നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. സുക്രോസ്, ഗ്ലൂക്കോസ് ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ടോളറൻസ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ +1 ചെയ്തിട്ടുണ്ടായിനാ, ഇല്ല, നിങ്ങൾക്ക് അത് കമ്മിങ് ലാബ് സെഷനിൽ ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ടൈപ്പ് ആണ് സോളിഡ് സൊല്യൂഷൻസ്. ഇവിടെ സോൾവെന്റ് ആരാ, സോളിഡ് അല്ലേ. വോയിസ് കുറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളത്. സോളിഡ് സൊല്യൂഷൻസിൽ സോളിഡ് ആയിരിക്കും സോൾവെന്റ്. ഇതിൽ 3 കാറ്റഗറി ഉണ്ട്. ഗ്യാസ് ഇൻ സോളിഡ് ആണ് ഒന്നാമത്തത്, അതായത് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. ഇതിൽ സോളിഡ് ആയിട്ട് വരുന്നത് പലേഡിയം ആണ്. പലേഡിയം എന്നൊരു മെറ്റൽ ആണ്, അതെന്താണ്, സോളിഡ് ആണ്. ആ സോളിഡിൽ ഹൈഡ്രജൻ മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്യാസ് ഇൻ സോളിഡ് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ. ഓക്കെ, അടുത്തത് ലിക്വിഡ് ഇൻ സോളിഡ്. ഇതിന്റെ എക്സാമ്പിൾ ഏതാ, അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. നിങ്ങൾ സോഡിയം അമാൽഗം എന്ന് പറഞ്ഞിട്ട് ഒരു റിയേജന്റ് ആയിട്ടൊക്കെ നിങ്ങൾ പഠിക്കും, ഒരു റിഡക്ഷൻ റിയാക്ഷൻ ഒക്കെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഓർഗാനിക്കലി എന്തായാലും പഠിക്കും കേട്ടോ, അന്നേരം കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതിൽ മെർക്കുറി എന്താണ്, ലിക്വിഡ് ആണ്. മെർക്കുറി നോർമലി ലിക്വിഡ് ആയിരിക്കും. ആ ലിക്വിഡ് ഏതിലാണ് ഡിസോൾവ് ചെയ്തിട്ടുള്ളത്, സോളിഡ് ആയിട്ടുള്ള സോഡിയത്തിലാണ് ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. ലിക്വിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻ. ക്ലിയർ, ക്ലിയർ അല്ലേ. അടുത്തത് ഒരാൾ മാത്രമല്ലേ റിപ്ലൈ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഇല്ലേ, മനസ്സിലാവുന്നില്ലേ. ഹലോ, ഹലോ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ലേ. ഓക്കെ, അടുത്ത ലാസ്റ്റ് കാറ്റഗറി ആണ് സോളിഡ് ഇൻ സോളിഡ്. സോളിഡ് ഇൻ സോളിഡിന്റെ എക്സാമ്പിൾ ഏതാ, കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ്. സിമ്പിൾ അല്ലേ, രണ്ടും സോളിഡ് തന്നെയാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 9 കാറ്റഗറി ഉള്ള. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ സൊല്യൂഷൻസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് പഠിക്കണം, സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. പഠിക്കണ്ടേ. 2 രീതിയിൽ നമുക്ക് സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് ക്വാളിറ്റേറ്റീവിലും മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവിലും. കൃഷ്ണശ്രീ എന്താ വിളിച്ച മോളെ, ഹലോ,
ഇതില്ലേ? ഒരു സെക്കൻഡേ, ആരൊക്കെയോ വെയിറ്റിംഗിലുണ്ട്, ഒന്ന് എൻ്റർ ചെയ്യിക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് കോൺസെൻട്രേഷൻസ് രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ആരും ലെഫ്റ്റ് ചെയ്യറേ, നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കേൾക്കുന്നില്ലേ? എല്ലാവരും ഇതിൽ തന്നെ നിൽക്കണേ. നിങ്ങൾ കോളെല്ലാം വന്ന് അപ്പം തന്നെ കട്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ ലീവായി പോവും. ഹലോ ഹലോ, ആരുമില്ലേ? ഓക്കെ, അടുത്തത് കോൺസെൻട്രേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ക്വാളിറ്റേറ്റീവ്ലി നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ജസ്റ്റ് നമുക്ക് ഡൈല്യൂട്ട്, കോൺസെൻട്രേറ്റഡ് എന്നൊക്കെ പറയുന്നില്ലേ, നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ഉദ്ദേശിക്കുന്നത് ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാല്? ഡൈല്യൂട്ട് സൊല്യൂഷൻസിൽ ഏതിന്റെ അളവാ കൂടുതലായിട്ട് ഉണ്ടാവാ? സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ? ഹലോ, ഡൈല്യൂട്ട് സൊല്യൂഷൻസിൽ കാണുന്നില്ലേ? ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈല്യൂട്ട് എന്ന് പറയുന്നത് സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. എന്തായിരിക്കും? നോട്ട് ചെയ്യണേ, നിങ്ങളെ റഫ് നോട്ടിൽ നോട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്. സോൾവെന്റ് കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഹൈ ആയിരിക്കും കമ്പയർഡ് ടു സൊല്യൂട്ട്. ഓക്കെ, ഡൈല്യൂട്ട് സൊല്യൂഷൻസിൽ സോൾവെന്റ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? കുറച്ച് അധികമായിട്ട് ഉണ്ടാവാം. കമ്പാരിറ്റീവ്ലി എന്നല്ല, കുറച്ചധികം സോൾവെന്റ് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഓക്കെ, സൊല്യൂട്ട് അത്രയും ചെറുതാന്ന് മനസ്സിലാക്കാം. ഡൈല്യൂട്ട് സൊല്യൂഷൻസിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അത്രയും ചെറിയ എമൗണ്ടിൽ മാത്രമേ ഉണ്ടാവൂ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതേ സ്ഥാനത്ത് നേരെ ഓപ്പോസിറ്റ് ആണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഇത് നോട്ട് ചെയ്തില്ലേ ഈ പോയിന്റ്? അടുത്തതാണ് ഓക്കെ, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അത് ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സൊല്യൂട്ട് ഇവിടെ ഷോർട്ട് ആയിട്ട് എഴുതുന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണേ. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ വിൽ ബി ഹൈ. ഓക്കെ, ഇത് ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ കോൺസെൻട്രേഷൻ ഇങ്ങനെയാ പറയാം. ഇനി ക്വാണ്ടിറ്റേറ്റീവ്ലി എങ്ങനെ പറയും? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലെ? നിങ്ങൾ കഴിഞ്ഞ +1 ക്ലാസ്സസിലൊന്നും അത് പഠിച്ചിട്ടില്ല. അതാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ക്വാണ്ടിറ്റേറ്റീവ്ലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് പറയട്ടെ. ഇതുവരെയുള്ള ക്ലിയർ അല്ലേ? ഓക്കെ, ഹലോ, ഓക്കെ. അടുത്താണ് എങ്ങനെയാ കോൺസെൻട്രേഷൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. അത് നോട്ട് ചെയ്യണേ. ക്വാണ്ടിറ്റേറ്റീവ്ലി ഉള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്താണ് മാസ് പെർസെൻറ്റേജ്. ഓക്കെ, അത് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ ബോക്സ് ആക്കി വെക്കണം. മാസ് പെർസെൻറ്റേജ് ഓഫ് എ കോമ്പണന്റ്, ഒരു സൊല്യൂഷനിലുള്ള ഒരു കോമ്പണന്റിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു കോമ്പണന്റിന്റെ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? by using this equation, that is mass of the component in the solution divided by total mass of the solution into 100. പെർസെൻറ്റേജ് ആകുമ്പോൾ നമ്മൾ നോർമലി എന്ത് ചെയ്യും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അല്ലേ? ഇതിലൊന്നുമില്ല. നമ്മൾ ഏത് കോമ്പണന്റിനാണോ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് അതിന്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ ഒരു മാസ് ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ ടോട്ടൽ മാസ് കൊടുത്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 10% ഗ്ലൂക്കോസ് എന്നാണ് പറയുന്നത് വിചാരിക്കും. മാസ് പെർസെൻറ്റേജ് ഓഫ് ഗ്ലൂക്കോസ് 10% ആണെങ്കിൽ അതിൽ ഉദ്ദേശിക്കുന്ന എന്താ? 10 gram ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ 90 gram വാട്ടർ അല്ലേ? ടോട്ടൽ 100 gram ആണെങ്കിൽ 100 gram സൊല്യൂഷൻ ടോട്ടൽ ഒരു സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കാം. അതിൽ 10 gram മാത്രമേ ആരുള്ളൂ? ഗ്ലൂക്കോസ് ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. മാസ് ഓഫ് ദ കോമ്പണന്റ് 10 gram ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്താ നമ്മൾ എടുത്തിട്ടുള്ളത്? 100 gram ഇൻറ്റു 100 ചെയ്ത് നോക്കിയേ, നമുക്ക് എന്താ കിട്ടുക ആൻസർ? 100 ക്യാൻസൽ ചെയ്ത് 10%. ഇതല്ലേ മാസ് പെർസെൻറ്റേജ് കിട്ടുക? അല്ലേ?
അതെ, അപ്പൊ രണ്ട് രീതിയിലും മനസ്സിലാക്കാൻ പഠിക്കണം. മാസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാസ് പെർസെൻറ്റേജ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി അഥവാ മാസ് പെർസെൻറ്റേജ് തന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അതിൽ എത്ര ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഗ്ലൂക്കോസ് എന്നല്ല, ഏതൊരു സൊല്യൂട്ട് ആയിക്കോട്ടെ അതിന്റെ മാസ് എത്രയെന്ന് കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ തിരിച്ചും മറിച്ചും ചെയ്യാൻ പറ്റണം. ഓക്കെ അല്ലേ? നോർമലി ഈ ഒരു മാസ് പെർസെൻറ്റേജ് എന്നുള്ളത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എവിടെയാണ്? അത് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തോ. ഇൻഡസ്ട്രിയൽ കെമിക്കൽ ആപ്ലിക്കേഷൻസിൽ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ കെമിക്കൽ ആപ്ലിക്കേഷൻസ്. ജസ്റ്റ് ഒന്ന് പോയിന്റ് നോട്ട് ചെയ്ത്, ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്താൽ മാത്രം മതി. അടുത്തത് ഞാൻ പറയട്ടെ, അടുത്ത കോൺസെൻട്രേഷന്റെ ടേം ആണ് വോളിയം പെർസെൻറ്റേജ്. ഇതേപോലെ തന്നെ ഇത് പഠിക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ മാസ് എന്നുള്ളടക്ക് മാറ്റിയിട്ട് എന്താക്കിയാൽ മതി? വോളിയം ആക്കിയാൽ മതി. ഒരു കോമ്പണന്റിന്റെ വോളിയം പെർസെൻറ്റേജ് എന്താ? ഇതും ബോക്സ് ചെയ്ത് വെക്കണേ, ടെക്സ്റ്റ് ബുക്കിൽ ഇതും ബോക്സ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ അടുക്ക് ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, വോളിയം ഓഫ് ദ കോമ്പണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. സിമ്പിൾ ആണ്, മാസ് പെർസെൻറ്റേജ് പോലെ തന്നെയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇത്. വേണോ? ഓക്കെ. ഇതങ്ങനെ ചോദിക്കാറില്ല, പ്രോബ്ലം സൈഡിൽ ചോദിക്കുന്നത് അടുത്തത് വരുന്നത്രേ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. മൂന്നാമത്തതാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. കാണുന്നില്ലേ? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, സോറി. അതിൽ ഒന്നുമില്ല, 100 ml സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നതാണ്. നോർമലി അത് ഫാർമസിയിലും മെഡിസിനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹയർ അപ്ലിക്കേഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് പ്രോബ്ലം സൈഡിൽ അങ്ങനെ ചോദിക്കാറില്ല. ഇനി അഥവാ ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കിയാൽ മതി, ഇറ്റ് ഈസ് ദ മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. ഓക്കെ, 100 ml സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ട് അതിന്റെ മാസ് ബൈ വോളിയം, ആണ് എന്ത്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നാലാമത്തതാണ് പാർട്സ് പെർ മില്യൺ. നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് എന്ത് പറയും? PPM എന്ന് പറയും. നോർമലി PPM എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യില്ല. എവിടെയാ യൂസ് ചെയ്യല്? അതും കൂടി നോട്ട് ചെയ്യണം. നോർമലി വെൻ എ സൊല്യൂട്ട് ഈസ് യൂസ് ഇൻ ട്രേസ് അമൗണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ചെറിയ എമൗണ്ട് 0.00001 ഗ്രാം, ഇത്രയും ചെറിയ എമൗണ്ട് സൊല്യൂട്ടാണ് ഒരു സൊല്യൂഷനിൽ ഉള്ളതെന്ന് വിചാരിക്കുക. അത്രയും ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസിൽ, ഡൈല്യൂട്ട് സൊല്യൂഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ സൊല്യൂട്ടിന്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻസിന്റെ കേസിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് എന്ത്? പാർട്സ് പെർ മില്യൺ. ക്ലിയർ അല്ലേ? അത് ഈ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഈ ഭാഗം മാത്രം ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ആ 2 ലൈൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് ബോക്സ് ചെയ്യാം, ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ? ഇതിലൊന്നുമില്ല, നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കോമ്പണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കോമ്പണന്റ്സ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 അല്ല ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 10⁶ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് ഡിഫറൻസ് വരുന്നത്. നമ്മൾ മുമ്പേ പഠിച്ച പെർസെൻറ്റേജിൽ നിന്ന് ഇവിടെ എന്താ ഡിഫറൻസ്? നമ്മൾ ഇവിടെ 10⁶ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഡിഫറൻസ് ഉള്ളൂ. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്യാം. ആ സൊല്യൂഷന്റെ വെയിറ്റ് വരുന്നത് 1030 ഗ്രാം എന്ന് വിചാരിക്കാം. ഓക്കെ, കാണുന്നില്ലേ? ഇനി അതിലുള്ള സൊല്യൂട്ട് വരുന്നത് ഓക്സിജൻ ആണെന്ന് കരുതാം. ആ ഓക്സിജന്റെ മാസം കൊടുത്തിട്ടുണ്ട് 6 × 10⁻³ ഗ്രാം. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഇനി ഇതിലെങ്ങനെ നമ്മൾ PPM കണ്ടുപിടിക്കും? നിങ്ങൾക്ക് ഇത് പ്രോബ്ലം സൈഡിൽ വരും. അപ്പൊ നിങ്ങൾ എങ്ങനെ PPM കണ്ടുപിടിക്കും? PPM എന്താണെന്ന് പറഞ്ഞത്? ഒരു കോമ്പണന്റ്, ഏത് കോമ്പണന്റിന്റെ പാർട്സ് പെർ മില്യൺ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് എത്ര ഉണ്ട് നോക്കി. എത്ര ഉണ്ട് ഇവിടെ? 6 × ഒന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്താട്ടെ. പ്രോബ്ലം സൈഡ് വരുമ്പോൾ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഹലോ. 6 × 10⁻², ഇത് നിങ്ങളെ റഫ് നോട്ടിൽ എഴുതി വെക്കണം. 10⁻³ ഡിവൈഡഡ് ബൈ എത്രയാണ് സൊല്യൂഷന്റെ വെയിറ്റ് തന്നിട്ടുള്ളത്, മാസ് തന്നിട്ടുള്ളത്? 1030 ഗ്രാം. അതാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അല്ലേ? ഇനി ഞാൻ ഇവിടെ ഇൻറ്റു ചെയ്യേണ്ടത് 100 ആണോ 10⁻6 ആണോ?
എന്താ ചെയ്യേണ്ടത്? PPM ആണെങ്കിൽ, പാർട്സ് പെർ മില്യൺ ആണെങ്കിൽ എന്താന്നാ ഞാൻ പറഞ്ഞത്? അവിടെ 100ന് പകരം എന്താ യൂസ് ചെയ്യേണ്ടത്? 10⁻⁶ യൂസ് ചെയ്യാം. അപ്പൊ ആൻസർ എത്ര വരും? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. കാൽക്കുലേറ്റർ ഇല്ലേ കയ്യില്? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാട്ടെ. 6/1030 എത്ര വരും? ചെയ്താ? 0.0058 ഇൻറ്റു 10⁻⁶. ഇങ്ങനെയാണോ ആൻസർ കിട്ടിയത്? ആണോ? അതിന്റെ കൂടെ ആ ഒരു 10⁻³ ഉണ്ട്. 10⁻⁻3 അത് എവിടെ ഉള്ളത്? ഇത് അനക്കിയിട്ടില്ല. ആരെങ്കിലും ചെയ്ത് നോക്കിയാ? ന്യൂമറേറ്ററിന്റെ കൂടെ. ഞാൻ മുകളിൽ എഴുതിയിട്ടുള്ള ന്യൂമറേറ്ററിലാണ് കേട്ടോ, ഡിനോമിനേറ്ററിലല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻസർ കിട്ടിയോ? ഈ 0.0058 നിങ്ങൾക്ക് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? 6/1030 ചെയ്താലാണ് അത് കിട്ടാം. ബാക്കി ഞാൻ ഷോർട്ട് പറഞ്ഞുതരാം. 6/1030 ചെയ്തപ്പോ ഇത് കിട്ടിയോ? ഞാൻ ഈ റെഡ് കളറിൽ കാണിക്കുന്നത് കിട്ടിയോ? കിട്ടിയോ? ഹലോ മക്കളെ, കാൽക്കുലേറ്റർ ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഇല്ലെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണ്ടേ? ഞാൻ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ കാരണം ഇതിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ എക്സാമ്പിൾ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വന്നാൽ കിട്ടൂല. അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ ചെയ്യിക്കുന്നത്. ആൻസർ കിട്ടിയോ മക്കളെ? ഈ 0.058 നമുക്ക് എങ്ങനെ എഴുതാം? 5.8 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. ഈ ഷോർട്ട് ട്രിക്ക് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് ഇപ്പൊ പഠിച്ചോ, ഈ 0.0058 എന്ന് പറയുമ്പോൾ ഇതാ, ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പൊസിഷനിലാണ് ആര് വരുന്നത്? 5 വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസ് നമുക്ക് എങ്ങനെ എഴുതാം? 5നെ ഇങ്ങോട്ട് ഇതാ ഡെസിമലിന് ഇപ്പുറം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പവർ എന്ത് കൊടുക്കാം? ഇത് തേർഡ് പൊസിഷനിലല്ലേ ഉള്ളത്? 10⁻³ ആയിട്ട് കൊടുക്കാം. ഓക്കെ, പഠിച്ചോ? വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി തരാം. അതായത് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ 0.02നെ നിങ്ങൾക്ക് ഒരു 10⁻⁻ പവർ ആയിട്ട് എഴുതണം. എങ്ങനെ എഴുതും ഒന്ന് പറഞ്ഞാട്ടെ? 2 എത്രാമത്തെ പൊസിഷനിലാണ് ഉള്ളത്? ഡെസിമൽ കഴിഞ്ഞിട്ട്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്രാമത്തെ പൊസിഷനിലാണ് ഉള്ളത്? രണ്ടാമത്തെ. അപ്പൊ നമുക്ക് 2നെ പുറത്തെടുത്തിട്ട് 2 ഇൻറ്റു 10⁻⁻ പവർ എന്ത് കൊടുക്കണം? മൈനസ് എന്താണ്? -2 എന്ന് കൊടുത്താൽ മതി. അതേപോലെ ഞാൻ എന്ത് ചെയ്തത്? 0.0058നെ നമുക്ക് എങ്ങനെ എഴുതാം? 5.8നെ നമുക്ക് ഡെസിമലിൽ തന്നെ വെക്കാം, 5നെ പുറത്തെടുക്കാം. അപ്പൊ 5നെ പുറത്തെടുക്കുമ്പോൾ 5 ഏത് പൊസിഷനിലുള്ള? തേർഡ് പൊസിഷനിലുള്ള. ദർഫോർ മൾട്ടിപ്ലൈ വിത്ത് 10⁻³ അതിന്റെ പൊസിഷനാണ് അവിടെ -3 ആയിട്ട് വരാം. ഇനി 5th പൊസിഷൻ ആണെങ്കിൽ -5. അങ്ങനെ. ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ആൻസർ എന്ത് വരും? PPM നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചത് 0.0058 ഇൻറ്റു 10⁻³ ഇൻറ്റു ന്യൂമറേറ്ററിൽ ഒന്നും കൂടി ഉണ്ട്, 10⁻⁶ ഉണ്ട്. നമ്മൾ ഈ 0 മാറ്റി എങ്ങനെ എഴുതി? 5.8 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻⁶. ഇനി നിങ്ങൾ നോക്കിയേ, 10⁻⁻3യും 10⁻⁻3യും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 10⁻⁻3യും 10⁻⁻3യും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 10⁻⁻6 അല്ലേ? അല്ലേ? ഒറ്റ മിനിറ്റ്, ഒരാൾ എൻ്റർ ചെയ്തിട്ട് ഒന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. അത് കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയം തെറ്റുമ്പോൾ ക്ലാസ് അതിനനുസരിച്ച് ലാഗ് ആവും. എല്ലാവരും ഇനി മുതൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണേ. ക്ലാസ് കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യും വേണം. ഓക്കെ, ഇനി നോക്കിയാട്ടെ.
ആ ഇപ്പൊ കാണുന്നില്ലേ സ്ക്രീന്? എവിടെയാ പറഞ്ഞെടുത്ത്? 10⁻³ 10⁻³ എത്ര മക്കളെ? ഹലോ, പ്രോബ്ലം ആണ്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പ്രോബ്ലം ആണ്. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. എന്നാ പിന്നെ ഇപ്പൊ കാൽക്കുലേറ്റർ ചെയ്തിട്ട് പറ. 10⁻³ × -3 എന്ത് കിട്ടും? -6 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും? 5.8 എന്ന കിട്ടുക ആൻസർ. കാരണം 10⁻⁻6ഉം ഇവിടെ ഒരു 10⁻6 ഉണ്ട്, പോസിറ്റീവ് 6 അല്ലേ ഇത്? അതും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അത് 1 കിട്ടുക. നിങ്ങൾക്ക് അറിയില്ലേ, ഒരേ പവർ അത് ഒന്ന് മൈനസും മറ്റേത് പോസിറ്റീവ് ആണെങ്കിൽ എന്താ കിട്ടുക? 1 കിട്ടുക. ഓക്കെ, 10⁻0 എന്ന് കിട്ടും, അതാണ് 1. ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ. അപ്പൊ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ppm = നമുക്കിപ്പം കണ്ടുപിടിച്ച ആൻസർ എന്താണ്? 5.8. യൂണിറ്റ് എന്താ? ppm തന്നെ. പാർട്സ് പെർ മില്യന്റെ യൂണിറ്റ് ppm തന്നെയാന്ന് പറയാട്ടാ. ഓക്കെ, അപ്പൊ ഇപ്പം ചെയ്ത കാൽക്കുലേഷൻ മനസ്സിലായില്ലേ? ഒരു മാസ് തന്നതിൽ എന്ത് ചെയ്താൽ മതി? ചിലപ്പോൾ മാസ് തരാം, ചിലപ്പോൾ വോളിയം തരാം, എന്തോ ആയിക്കോട്ടെ, മാസ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 10⁻6 ചെയ്യാം. ഇനിയിപ്പോ വോളിയം ആണെങ്കിലോ, തന്ന വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 10⁻6. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100ന് പകരം എന്ത് ചെയ്യണം? ഇവിടെ 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഡിഫറൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പാരാമീറ്റർ പഠിക്കാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുന്നതാണ് മോൾ ഫ്രാക്ഷൻ. ഇനിയുള്ള എല്ലാ കേസിലും നിങ്ങൾ ഇത് പഠിക്കുന്നുമുണ്ട്. അതിന്റെ കാൽക്കുലേഷൻസ് കൃത്യമായിട്ട് എക്സാമിന് ചോദിക്കുന്നതുമാണ്. ഓക്കെ, മോൾ ഫ്രാക്ഷൻ എന്താന്നുള്ള പഠിക്കണം. നോർമലി മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താണെന്നും കൂടി പഠിച്ചോ. എക്സ് ആണ് സിമ്പിൾ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെ. ഇതാ ഈ 3 ലൈന് നിങ്ങൾ മാർക്ക് ചെയ്താൽ തന്നെ ആയി. നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ നോട്ടിലൊന്നും എഴുതാൻ നിൽക്കണ്ട, ടെക്സ്റ്റ് ബുക്കിൽ പെട്ടെന്ന് മാർക്ക് ചെയ്തോ. മോൾ ഫ്രാക്ഷൻ എന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് എക്സ്, സ്മോൾ ലെറ്റർ എക്സ്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ഇതാ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് കോമ്പണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കോമ്പണന്റ്സ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ നമ്മൾ 2 കോമ്പണന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 കോമ്പണന്റ് ഉള്ളത് ബൈനറി മിക്സർ എടുക്കുകയാണെങ്കിൽ അതിലിപ്പോ ഇപ്പൊ എ എന്ന് പറയുന്ന അവരുടെ മോൾ ഫ്രാക്ഷനെ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. എ എന്നുള്ളത് ആരാ? കോമ്പണന്റ്. ക്ലിയർ അല്ലേ? എക്സ് എ is the mole fraction of A, that is equal to number of moles of A divided by total number of moles of all the components. A and B ആണ് കോമ്പണൻസ് എങ്കിൽ ഡിനോമിനേറ്ററിൽ ആരൊക്കെ വേണം? 2 ആൾക്കാരുടെയും മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോൾസിന്റെ സം ആയിരിക്കണം. ഓക്കെ, ഹലോ, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ടേം അല്ലേ ഇത്? അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതേ. ഇത് മനസ്സിലാവാത്തവരുണ്ടാ? ഞാൻ ഒന്നുകൂടെ പറയണ. മോൾ ഫ്രാക്ഷൻ ക്ലിയർ ആണോ? ഏതിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ നമ്പർ ഓഫ് മോൾസ് ന്യൂമറേറ്ററിൽ വരും, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. എല്ലാ കോമ്പണൻസിന്റെ നമ്പർ ഓഫ് മോൾസ് എവിടെ വേണം? ഡിനോമിനേറ്ററിൽ വേണം. ഓക്കെ അല്ലേ? ചില കേസിൽ 2 കോമ്പണൻസ് ആയിരിക്കൂല. ഇവിടെ അത് ജനറൽ ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത് എന്താണ്? NI ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് NI. ഇത് ഉദ്ദേശിക്കുന്നത് ചിലപ്പം നമ്പർ ഓഫ് കോമ്പണൻസ് ഉണ്ടാവാം. എത്രയെങ്കിലും 10 ആയിക്കോട്ടെ 11 ആയിക്കോട്ടെ, കുറെ കോമ്പണൻസ് ഉള്ള ഒരു സൊല്യൂഷൻ, ഒരു മിക്സർ എടുക്കുകയാണെങ്കിൽ അതിൽ ആരുടെ കോമ്പണൻസ് ആണോ ആരുടെ മോൾ ഫ്രാക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അവരുടെ നമ്പർ ഓഫ് മോൾസ് എവിടെ വരും? ന്യൂമറേറ്ററിൽ വരും. ക്ലിയർ അല്ലേ? NI എന്ന് പറയുന്നത് എന്താണ്? ith കോമ്പണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ സമ്മേഷൻ എന്താ? എല്ലാത്തിന്റെ സമ്മ് അല്ലേ? എല്ലാ കോമ്പണൻസ്, ഇപ്പൊ 10 കോമ്പണൻസ് ഉണ്ടെങ്കിൽ ആ 10 കോമ്പണൻസിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യണം? സമ്മ് ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതണം. ക്ലിയർ അല്ലേ? ഞാനൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട് താഴെ, എന്നിട്ട് കുറച്ചും കൂടി ക്ലിയർ ആവും. മോൾ ഫ്രാക്ഷൻ എന്താന്ന് മനസ്സിലായോ? ഹലോ, ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ, പ്രോബ്ലത്തിലേക്ക് പോകുന്നുണ്ടേ. ഞാൻ ഹോംവർക്കും തരും, നിങ്ങളത് കൃത്യമായിട്ട് എനിക്ക് അയച്ചു തരുമാണ് കേട്ടോ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് തരാം. ഓക്കെ, എക്സാമ്പിൾ 1.1 ഇവിടെ കൊടുത്ത ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ.
in a solution containing 20% of C2H6O2 by mass. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, എത്തിലീൻ ഗ്ലൈക്കോൾ ആണെന്ത് സൊല്യൂട്ട് അല്ലേ? ഇൻ എ സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാരാ? എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് സൊല്യൂട്ട് അല്ലേ? ആ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? എത്തിലീൻ ഗ്ലൈക്കോൾ അറിയണ്ട, ഫോർമുല അറിയണ്ട. ഇതാണ് എത്തിലീൻ ഗ്ലൈക്കോൾ. നോക്കിക്കേ, CH2OH CH2OH. ഇതാണ് ആര്? എത്തിലീൻ ഗ്ലൈക്കോൾ. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്താ? ഒന്ന് പറഞ്ഞാട്ടെ. C2H6O2. ഇത് തന്നെയല്ലേ ഇയാള് അല്ലേ? അപ്പൊ ഇയാളെ മോളിക്കുലർ ഫോർമുല തന്നെയാണ് ഇവിടെ കൊടുത്തില്ല. നിങ്ങൾ അത് വേറെ ആളാന്ന് വിചാരിച്ചേക്കരുത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്തിലീൻ ഗ്ലൈക്കോളിന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. അവരുടെ എന്ത് തന്നിട്ടുണ്ട്? മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. 20% മാസ് പെർസെൻറ്റേജ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മോൾ ഫ്രാക്ഷൻ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഈ മാസ് പെർസെൻറ്റേജിനെ വെച്ചിട്ട് നമുക്ക് മാസ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുന്ന നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? 20% ആണ് മാസ് പെർസെൻറ്റേജ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? ടോട്ടൽ 100 gram സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100ൽ 20% ആണെങ്കിൽ എത്ര ഗ്രാം എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ടാവും? 20 gram C2H6O2 ഉണ്ട്, എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ട് എന്നർത്ഥം. ഇത് ക്ലിയർ ആണോ? മനസ്സിലായോ? ഹലോ, ഓക്കെ. അപ്പൊ മാസ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് മോൾസ് ആക്കി മാറ്റണ്ടേ? മോൾ ഫ്രാക്ഷൻ അല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യണം? എത്തിലീൻ ഗ്ലൈക്കോളിന്റെ ഈ മാസിനെ എന്താക്കി മാറ്റണം? നമ്പർ ഓഫ് മോൾസ് ആക്കി മാറ്റണം. എങ്ങനെ മാറ്റും? നിങ്ങൾ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു? പറയൂ നായിമ, സിനാൻ, എല്ലാവരും മ്യൂട്ടാക്കി വെച്ചിട്ടുള്ളേ. പ്രോബ്ലം ചെയ്യുമ്പോൾ അൺമ്യൂട്ട് ആക്കണേ. അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നു പറയും, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറ, അല്ലെങ്കിൽ ഞാൻ പറയാം. അതുകൊണ്ടാ. കൃഷ്ണശ്രീ, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു given mass by മോളിക്കുലാർ മാസ് അല്ലേ? അപ്പൊ C2H6ന്റെ മോളിക്കുലർ മാസ് പറഞ്ഞാട്ട് എങ്ങനെ കണ്ടുപിടിക്കും? മോളിക്കുലാർ ഫോർമുല ഉണ്ടല്ലോ, അപ്പൊ കണ്ടുപിടിക്കാലോ. മോളിക്കുലാർ വെയിറ്റ് MW ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? 2 കാർബൺ ആണല്ലേ, അപ്പൊ 2 × 12 അല്ലേ? അറ്റോമിക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാർബണിന്റെ അറ്റോമിക് മാസ് ആണ് 12 പ്ലസ് ഹൈഡ്രജൻ എത്രയുണ്ട്? 6 ഹൈഡ്രജൻസ് ഉണ്ട്. 6 × ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? 1 പ്ലസ് ഓക്സിജൻ എത്രയുണ്ട്? 2 ഓക്സിജനാണ് ഉള്ളത്. സോ 2 × അറ്റോമിക് മാസ് എത്രയാണ്? 16. ഇത് ടോട്ടൽ ചെയ്ത് എത്ര കിട്ടും? 24 + 6 + 32 എത്ര കിട്ടും? എത്ര? 62 യൂണിറ്റ് എന്താ? മോളിക്കുലാർ മാസിന്റെ അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? ഗ്രാം. വെറും ഗ്രാം അല്ല, ഗ്രാം പെർ മോൾ. ഓക്കെ, മോളിക്കുലാർ വെയിറ്റ് ആണ്. മോളാർ മാസ് എന്നും കൂടി പറയും. നിങ്ങൾ 3 രീതിയിൽ പറയും. മോളിക്കുലാർ വെയിറ്റ്, മോളിക്കുലാർ മാസ്, അല്ലെങ്കിൽ മോളാർ മാസ് എന്നും കൂടി പറയും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഗിവൺ മാസ് കിട്ടി. ഗിവൺ മാസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. 20 gram നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. മാസ് പെർസെൻറ്റേജിനെ കൺവേർട്ട് ചെയ്ത് മാസ് ആക്കി. മോളിക്കുലാർ വെയിറ്റ് കിട്ടി. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ കണ്ടുപിടിച്ചൂടെ? ഇതൊക്കെ നിങ്ങൾ റഫ് നോട്ടിൽ എഴുതണേ. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏരിയയിൽ നിങ്ങളതായ വേർഡ്സിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അത് ഉപയോഗപ്പെടും. ഓക്കെ അല്ല, അപ്പൊ എഴുതിക്കോ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? N ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാ? 20 gram ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എത്ര കിട്ടിയത്? 62 gram per mole. ഓക്കെ,
അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്ററിൽ എത്ര കിട്ടി? നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടി? പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. എത്ര കിട്ടി?